എന്താണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ പ്രോഗ്രാംസ് എക്സാമിന് ചോദിക്കും അല്ലെ, +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിന് പ്രോഗ്രാംസ് ചോദിക്കോ? ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനുള്ള ഉത്തരമായിട്ടാണ് മക്കളെ മിസ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ പ്രാവശ്യത്തെ 2025 പ്രോഗ്രാംസ് നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സിന് അറിയാം ഇതൊക്കെ അല്ലേ, മിസ്സിന് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാ നമുക്ക് അറിയാം. പക്ഷെ അങ്ങനെയല്ല, മിസ്സിന് എങ്ങനെയാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്നുള്ളത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു എന്താണ് മിസ് ഒന്ന് നോക്കുകയാണ്. അതായത് നമ്മുടെ കുറെ വർഷങ്ങളിലുള്ള പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് അത് അനലൈസ് ചെയ്തുകൊണ്ടാണ് മിസ് ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം മിസ്സിന് ഉറപ്പാണ്. അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ലൈവ് ലൈക്ക് ചെയ്യണം. ഓക്കെ മക്കളെ, യെസ്. അപ്പൊ മിസ് ഇതാ ഒരുപാട് പ്രാവശ്യത്തെ നമ്മുടെ 2020 മുതൽ കഴിഞ്ഞ വർഷം അതായത് 2024 വരെയുള്ള പേപ്പേഴ്സ് മൊത്തം എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി എല്ലാ വർഷവും എങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ മോഡൽ എക്സാമിനായാലും ഫൈനൽ എക്സാമിനായാലും മിസ് നോക്കി. അപ്പം ഫൈനൽ എക്സാമിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചോദിച്ചിട്ടുള്ളത് HTML ലിസ്റ്റ് ആണ്. ഓക്കെ, 2023 പ്രോഗ്രാംസ് ഒന്നും ചോദിച്ചിട്ടേ ഇല്ല. പക്ഷേ ബാക്കി തവണകളിലൊക്കെ HTML ലിസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. പകരം ഒരു പ്രാവശ്യം മാത്രം 2021 മാത്രമാണ് C++ലുള്ള ഒരു പ്രോഗ്രാം ചോദിച്ചത്. അപ്പൊ നിങ്ങൾ C++ SQL മിസ് ഇതിൽ കൊടുത്തിട്ടില്ല. കാരണം SQL എന്തായാലും ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ക്വറീസ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ എന്തായാലും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യണം. അല്ലാതെ HTML ജാവാസ്ക്രിപ്റ്റും C++ഉം വെച്ചിട്ടാണ് മിസ് പറയുന്നത്. ഓക്കെ, അപ്പം മോഡൽ എക്സാമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് മാത്രമാണ് നിങ്ങളോട് പ്രോഗ്രാംസ് ചോദിക്കാത്തത്. ബാക്കി എല്ലാ വർഷങ്ങളിലും HTML ലിസ്റ്റും ലിസ്റ്റ് ടേബിൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഉറപ്പായിട്ടും ഇപ്രാവശ്യം നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും പ്രോഗ്രാമിൽ നിന്ന്. കാരണം മോഡൽ എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇപ്രാവശ്യം കൂടുതലായിട്ടും മിസ്സിന് തോന്നുന്നത് HTML ടേബിൾ തന്നെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ ലിസ്റ്റ് ആണ് കുറെ പ്രാവശ്യങ്ങളായിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കുന്നത്. ഇപ്രാവശ്യം ചിലപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ടേബിൾ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഏതാണെന്നുള്ളതൊക്കെ. പക്ഷെ ഉറപ്പായിട്ട് മിസ് പറയല്ല കേട്ടോ. അതായത് ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. HTML നിന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ C++ ആയിരിക്കില്ല, HTML നിന്നായിരിക്കും ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ എന്ന് കരുതിയിട്ട് C++ പഠിക്കേണ്ട അങ്ങനെയാണോ? ഒരിക്കലും അല്ല, നിങ്ങൾ എല്ലാം പഠിക്കണം. പക്ഷേ നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും പഠിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ ഇതാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രോഗ്രാംസ് ഒക്കെ പറ്റുന്ന അത്രയും മാക്സിമം പഠിക്കുക, HTML കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക.